സോ ഗൈസ് ഇന്നത്തെ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വാച്ച് കളക്ഷൻ ജേണിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ നിന്നാണ് തുടങ്ങിയത് ആൻഡ് എൻ്റെ കയ്യിൽ എത്ര വാച്ചസ് ഉണ്ട് ആൻഡ് വൈ ഐ ലവ് വാച്ചസ് ആൻഡ് അതർ സ്റ്റഫ്സ് എന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. ആസ് യു ഓൾ നോ എന്ന് ഞാൻ പറയില്ല, കാരണം എല്ലാവർക്കും അറിഞ്ഞൂടാ എൻ്റെ വാച്ച് കളക്ഷൻ തുടക്കം സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു വാച്ച് എന്നാണ്. നിങ്ങളിത് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ, ബട്ട് ദിസ് വാച്ച് ഇസ് പറ്റാക് ഫിലിപ്പ് ജെൻവേ. പറ്റാക് ഫിലിപ്പിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വാച്ചാണ്, ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ്സ് ഡ്യൂപ്ലിക്കേറ്റ്. പ്രൊണൗൺസിയേഷൻ പറ്റാക് ഫിലിപ്പ് എന്നാന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വാച്ച് ഏതാണെന്ന്, ബട്ട് ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് വാച്ചാണ്. ഇത് ഞാൻ ഇൻസ്റ്റയിൽ ഓർഡർ ചെയ്തതാണ്. അറൗണ്ട് 3000 തന്നെ ഈ വാച്ചിന് ഞാൻ കൊടുത്തു. ഓട്ടോമാറ്റിക് വാച്ചാണ്. 3000 കൊടുത്തു. ഞാൻ മേടിച്ചിട്ട് എനിക്ക് ടു ഇയേഴ്സ് ആയിട്ടുണ്ടാവും ഇത് മേടിച്ചിട്ട്. ടു ഇയേഴ്സ്, മേ ബി ഇപ്പോൾ 3 ഇയേഴ്സ് ആയിട്ടുണ്ടാവും. ഐ തിങ്ക് 2 ഇയേഴ്സ് ആണ്. 2 വർഷമായി ഞാൻ ഈ വാച്ച് മേടിച്ചിട്ട്. ആൻഡ് 3 മാസം ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കൊന്ന് കേടായിപ്പോയി ഗൈസ്. എൻ്റെ ഒരു വാച്ച് യൂസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റഫായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. ഇതേപോലെ ഇപ്പോൾ മഴ സീസൺ ഞാൻ ഇട്ടിട്ട് അടക്കും ആൻഡ് ഇതിൽ വെള്ളം കയറി, പിന്നെ ഇത് നാശമായി, പിന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റ് വർക്ക് ചെയ്തില്ല. കണ്ട, ഇത് കറങ്ങുവാണെങ്കിലും നമ്മുടെ ഈ സൂചികളൊന്നും കറങ്ങില്ല. ഞാൻ പിന്നെ റിപ്പയർ ചെയ്യാൻ ഷോപ്പിൽ കൊണ്ടുപോയി ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഇത് റിപ്പയർ ചെയ്യാനേക്കാട്ടും ബെറ്റർ എന്നൊക്കെ. ഇത് ഈ പൈസ ഈ റിപ്പയർ ചെയ്യണമെങ്കിൽ ചെറിയൊരു നട്ടും ബോൾട്ടും എന്തൊക്കെയോ സാധനം പുതിയ കൊണ്ടുവരേണ്ടി വരും. അതിനെക്കാട്ടും ഭേദം ആ പൈസയൊക്കെ നിൽക്കുവാണെങ്കിൽ ഇതേ വാച്ച് പുതിയതൊന്നും കൂടി മേടിക്കാനാണ് അവർ പറഞ്ഞത്. പിന്നെ ഇത് റിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങളും വളരെ കുറവാണ്. ആൻഡ് ഈ വാച്ച് 3000 ഓൾമോസ്റ്റ് ഗോൺ. ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഗൈസ്. ഞാൻ പെട്ടെന്നൊരു ദിവസം വിചാരിച്ചു എനിക്കൊരു ഓട്ടോമാറ്റിക് വാച്ച് ഓൺ ചെയ്യണം എന്ന് വിചാരിച്ചു. കുറച്ച് ഒരു വാച്ച് മേടിക്കണം, അത് ലാസ്റ്റ് ആണ് എന്ന് വിചാരിച്ച് മേടിച്ചതാണ് ഈ വാച്ച്. ആൻഡ് ദിസ് എൻഡഡ് അപ്പ് വിത്തിൻ 3 months. റിപ്പയർ പോലും ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ മോസ്റ്റ്ലി ഇത് വർക്കാവുന്നില്ലെങ്കിലും ഈ വാച്ച് ഇടും. ആർക്കും മനസ്സിലാവില്ല ഇത് വർക്കാവില്ല, കാരണം സ്കെൽട്ടൺ ഡിസൈൻ ആയതുകൊണ്ട്. ബട്ട് സ്റ്റിൽ എനിക്കറിയാലോ. അതുകൊണ്ട് ഞാൻ ഒരു 2 months വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കിട്ടിയിട്ട് കുറേ ആയി. ആ സമയത്ത് അതിൻ്റെ സാലറി കിട്ടിയ സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി ആകെ പർച്ചേസ് ചെയ്ത ഒറ്റ സാധനമാണ് കാസിയോ MTP സീരീസിലുള്ള ഈ വാച്ച്. നീറ്റ്, എലഗൻറ്റ്, ഐ ഫീൽ ലൈക്ക് എന്നെ ഓൾഡ് സ്കൂൾ വാച്ചായിട്ട് തോന്നിയൊരു സാധനമാണ് ഈ വാച്ച്. ഇതിന് ഞാൻ ഏകദേശം ഒരു 3000 അടുത്ത് കൊടുത്തു. ഐ തിങ്ക് 2900 സംതിങ്. പാക്കിംഗ് ഫീസ് മറ്റേതും കിട്ടിയതും ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൂടി ഓൾമോസ്റ്റ് 3000 ഈ പീസിന്. നിങ്ങൾ ഫോക്കസ് ആയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് ഞാൻ വാച്ച് ജേണിയുടെ തുടക്കം കുറിച്ച വാച്ച്. 3000 രൂപ. ഇത് രണ്ടിനും ഏകദേശം സെയിം പ്രൈസ് ആണ്. ഇറ്റ്സ് എൻ ഓട്ടോമാറ്റിക് മൂവ്മെന്റ് ബട്ട് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ഡ്യൂപ്ലിക്കേറ്റ്. ഇറ്റ്സ് ഒറിജിനൽ സാധനം ബട്ട് ക്വാർട്സ് ആണ് ബാറ്ററി. ബട്ട് ഓൾഡ് സ്കൂൾ വിൻറ്റേജ് സാധനമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എൻ്റെ കാസിയോൻ്റെ MTP സീരീസിലെ OG വാച്ച്. ആൻഡ് ഇപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ്. ആൻഡ് ഇങ്ങനത്തെ ഒരു വാച്ച് പറ്റാക് ഫിലിപ്പ് പോലും ഇറക്കിയിട്ടില്ല. ആൻഡ് ഇത് മേടിച്ചത് മണ്ടത്തരമാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഗുഡ്സ് ലുക്സ്. എൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഇത് നാശമായാലും ഇങ്ങനത്തെ വാച്ച് ഞാൻ ഇടും, കാരണം എനിക്ക് കാണാൻ രസം ഉണ്ടായാൽ മതി. ബട്ട് എൻ്റെ ഒരു സ്റ്റൈലിൽ എനിക്ക് കാണാൻ മാത്രം രസം, ഇറ്റ്സ് വർക്ക് ചെയ്യണം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. വാച്ച് അറിയുന്ന ഒരാളാണെങ്കിൽ കണ്ടാൽ പറയും ഇങ്ങനത്തെ സാധനമേ ഇത് കണ്ടറിയാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. വൈ വേറെ ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് വെൻ യു ക്യാൻ ഓൺ ആൻ ഒറിജിനൽ സാധനം. അപ്പോൾ ഈ വാച്ചാണ് എൻ്റെ തുടക്കം. ഇത് ഞാൻ 3000 രൂപ ആദ്യം മേടിച്ച സമയത്ത് എനിക്കൊരു വർത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വാച്ചായിട്ട് തോന്നി. കാരണം ഒരു 10 കൊല്ലം കഴിഞ്ഞാലും എനിക്കിത് മാറ്റണ്ട എന്നൊരു മൈൻഡ് സെറ്റിൽ ഞാൻ മേടിച്ചൊരു സാധനമായിരുന്നു ഇത്. വീട്ടുകാരെ പൈസ മേടിച്ചാണ്, അവർക്കാരും പറഞ്ഞു മേടിപ്പിച്ചൊരു വാച്ചായിരുന്നു. ഇൻസ്റ്റാ പേജിൽ നിന്ന് ഞാൻ പിന്നെ ചോദിച്ച് ഓട്ടോമാറ്റിക് മൂവ്മെൻ്റ് ആയതുകൊണ്ടും കാണാൻ സ്കെൽട്ടൺ ഡിസൈൻ ആയതുകൊണ്ടും ഞാൻ മേടിച്ചതാണ്. ബട്ട് ഐ റിയലൈസ്ഡ് ബൈങ് എ ഫേക്ക് ഇസ് നോട്ട് എ വർത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ലോങ്. അതെ, കുറേ കാലത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റൂല. ബട്ട് ഈ സാധനം ഇതങ്ങനെയല്ല. ഞാൻ ഇത് ഓൾമോസ്റ്റ് ഈ സെപ്റ്റംബറിൽ ഇത് 1 year ആവും ഞാൻ ഇത് മേടിച്ചിട്ട്. ഐ തിങ്ക് ഈ സെപ്റ്റംബറിൽ 1 year ആവും. ആൻഡ് ഈ വാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞാൻ മഴയത്തും വെയിലത്തും കുറച്ച് നല്ല മഴയത്തെല്ലാം ഞാൻ സ്കൂട്ടർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ല മഴയെല്ലാം കൊണ്ട് യൂസ്ഡ് ആയൊരു വാച്ചാണ്. ആൻഡ് ഇതിൻ്റെ ലെതർ സ്ട്രാപ്പിന് വരെ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോഴും. പക്ഷേ ലെതർ സ്ട്രാപ്പ് കുറച്ചും കൂടി ശോകമായി കഴിഞ്ഞാൽ ഞാൻ മാറ്റും. ഞാൻ അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണ്.
ഈ വാച്ച് സ്റ്റിൽ ഇറ്റ്സ് ഇൻ പെർഫെക്റ്റ് ഗുഡ് അടിപൊളി കണ്ടീഷൻ. ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. വർത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആയി തോന്നിയ എൻ്റെ ഫസ്റ്റ് വാച്ച്. ഈ വാച്ചാണ് എൻ്റെ ഫസ്റ്റ് വാച്ച് കളക്ഷനിൽ ഞാൻ ആഡ് ചെയ്ത എൻ്റെ ഫസ്റ്റ് വാച്ച്. ഈ വാച്ച് ഞാൻ മേടിച്ചതിന് ശേഷമാണ് ഐ തോട്ട് ഓഫ് ഹാവിങ് എ 10 sets of watch in my collection, so I could wear it in different occasions, guys. കാരണം ഇതിപ്പോൾ എനിക്കൊരു ടൈംലെസ് ക്ലാസിക് സാധനമാണ്. എനിക്ക് എപ്പോൾ ഏത് ഒക്കേഷൻസും കാഷ്വലായിട്ടും ഫോർമലായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ സാധനം. ബട്ട് സ്റ്റിൽ ഇതൊരു ബേസിക് എൻട്രി ലെവൽ വാച്ചാണ്. വളരെ ബേസിക് ആയിട്ടൊരു വാച്ച്, വലിയ പ്രൈസ്ഡും അല്ല, അങ്ങനത്തെ ഒരു വാച്ചാണിത്. സോ ഐ തോട്ട് ഐ വോണ്ട് ടു ഹാവ് സം മോർ. നല്ല കുറച്ച് ഓരോ ടൈപ്സ് ഓഫ് വാച്ച് ഉണ്ടാവില്ല, അപ്പോൾ എൻ്റെ വേറെയും കുറച്ച് വാച്ച് ആവണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഐ ടുക്ക് ഫാൻസ് ഫേവറേറ്റ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ലൈക്ക് ദിസ് വാച്ച്. ഇറ്റ് ഹാസ് എ ഫാൻ ബേസ്. ഇറ്റ്സ് കാസിയോ റോയാൽ. ഇത് മേടിക്കാൻ ഒറ്റ റീസൺ ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് ഹാസ് സോ മെനി ഫീച്ചേഴ്സ്, ഫങ്ഷൻസ് കൊണ്ട് ലോഡഡ് ആണ്. ആൻഡ് ഇത് ഞാൻ ഇറ്റ്സ് നോട്ട് എന്താ പറയുക, നാട്ടിൽ നിന്ന് മേടിച്ചതല്ല, പുറത്തുനിന്ന് മേടിച്ചതാണ്. അങ്ങനെ പുറത്തുനിന്ന് എൻ്റെ സിസ്റ്റർ കൊണ്ടുവന്നതാണ് ഈ സാധനം. ഞാൻ പറഞ്ഞ് മേടിപ്പിച്ചത് കൂടി ഞാൻ പറയാം. ഇതിന് ഇഷ്ടംപോലെ ഫങ്ഷൻസ് ഉണ്ട്. വേൾഡ് ടൈം വാച്ച് മുതൽ ടൈം, ഡേറ്റ്, അലാം, എക്സെട്ര സ്റ്റോപ്പ് വാച്ച്, കുറേ സാധനമുണ്ട്. ദാറ്റ്സ് വൈ ഐ ലൈക്ക് ഇറ്റ്. ആൻഡ് 10 years ബാറ്ററി വാറണ്ടി ഉണ്ട്. 10 വർഷത്തെ ബാറ്ററിയാണ് ഈ വേരിയൻറ്റിന് പറയുന്നത്. ആൻഡ് ഇതിന് ഒരു ലോട്ട് ഓഫ് ഫാൻ ബേസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. അതൊക്കെ ഇപ്പോൾ എൻ്റെ കറൻറ്റ് വാച്ച് കളക്ഷൻ്റെ സ്റ്റാർട്ടിങ് ഫേസിൽ എനിക്ക് ഉണ്ടാകുന്ന 2 വാച്ചാണ് ഇതും. ഇനി എനിക്ക് എടുക്കാൻ താല്പര്യമുള്ളൊരു വാച്ച് എന്ന് പറയുന്നത് അർഗോസിൻ്റെ ഒരു വാച്ച് എടുക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റിലുള്ള ഒളിമ്പിക് 2 ആണിപ്പോൾ കറൻ്റ്ലി ലേറ്റസ്റ്റ് സാധനം. അതെനിക്ക് എടുക്കാൻ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അതിന് കുറച്ച് ഓൾമോസ്റ്റ് 60K 20K അടുത്ത് പ്രൈസ് വരുന്നൊരു വാച്ചാണ്. പിന്നെ എനിക്ക് എടുക്കുന്ന ആഗ്രഹമുള്ളത് G-Shock. G-Shockൻ്റെ GA 2000 സംതിങ് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരു നമ്മളെ ഷിസാമെല്ലാം ഇട്ട സാധനം ഉണ്ടാവും, മറ്റേ ഫ്ലൂറസ് പച്ച പോലത്തെ. അതിൻ്റെ റെഡ് ഉണ്ട്, റെഡ്, വൈറ്റ്, ബ്ലാക്ക്, പിന്നെ മിന്നാമിനി പോലത്തെ സാധനം. എനിക്ക് റെഡ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അതിന് ഓൾമോസ്റ്റ് 10,000 റുപ്പീസാണ് വരുന്നത്. പിന്നെ ഒരു ടൊർണാഡോൻ്റെ വാച്ച് എടുക്കുക കൊള്ളാമെന്നുണ്ട്. ആൻഡ് ഇൻ ദ എൻഡ് എൻ്റെ വാച്ച് കളക്ഷൻ്റെ എൻഡിനകത്ത് എനിക്കൊരു റോളക്സ്, എന്തായാലും എൻ്റെ വാച്ച് കളക്ഷൻ ഒരു റോളക്സ് ഓൺ ചെയ്താൽ കൊള്ളുന്നുണ്ട്. അതെന്തായാലും ഞാൻ ഒരിക്കൽ ഓൺ ചെയ്യും ഗൈസ്. ഞാൻ ഒരിക്കലും ഒരു റോളക്സ് എടുക്കും. ബേസിലോ എൻട്രിലോ എന്ത് വാച്ച് ആയിക്കോട്ടെ, ഒരു റോളക്സ് എൻ്റെ ഉണ്ടാവും. ബട്ട് റൈറ്റ് നൗ ഐ ഓൺലി ഹാവ് ദിസ് ആൻഡ് ദിസ്. ഫോക്കസ് ആവട്ടെ. ബട്ട് ഇതിന് ശേഷം മിക്കവാറും ഞാൻ എടുക്കാൻ പോകുന്നത് G-Shock ആയിരിക്കും. ഞാൻ GA 1000 2000 മറ്റേ റെഡ് വേർഷനുള്ള, ലൈറ്റ് റെഡ് വേർഷനുള്ള. അപ്പോൾ അതിന് 10,000 ആണ് വരുന്നത്. മേ ബി വിത്തിൻ 2 years ചിലപ്പോൾ ഞാൻ എടുക്കുമായിരിക്കും. ഐ എം നോട്ട് ഷുവർ. അർഗോസിൻ്റെ വാച്ച് എല്ലാം 10-20K റുപ്പീസ് ഉണ്ട്. അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും. എനിവേ ഇതൊക്കെയാണ് എൻ്റെ വാച്ച് കളക്ഷൻ എന്ന് പറയാൻ കാരണം. വാച്ച് കളക്ഷൻ എന്ന് പറയാൻ എനിക്കുള്ളത്. ആൻഡ് നിങ്ങൾക്കൊരു വാച്ച് കളക്ഷൻ തുടങ്ങണമെങ്കിൽ ബേസിക് ആയിട്ടൊരു കാസിയോൻ്റെ തുടക്കമായിരിക്കും ബെറ്റർ. കാസിയോ കുറച്ചും കൂടി അഫോർഡബിൾ ആണ്, അത്യാവശ്യം നല്ല ഡിസൈൻസ് ഉണ്ട്. പിന്നെ സീക്കോൻ്റെ ഒരു വാച്ച് എടുക്കുന്നുണ്ട്. ലൈക്ക് എനിക്ക് ഇഷ്ടം പോലെ വാച്ച് ഒരു ലിസ്റ്റ് ഉണ്ട്. ലൈക്ക് അതെടുക്കണം അറ്റ്ലീസ്റ്റ് ഒരു 10 വാച്ചസ് എൻ്റെ ഒരു ഫേവറേറ്റ് എനിക്കായി തോന്നി. ലൈക്ക് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡിസൈൻസും ക്വാളിറ്റിയും ലാസ്റ്റിംഗ് ആണ് ഞാൻ നോക്കുന്നത് വാച്ചിൻ്റെ. അല്ലാണ്ട് ജുവൽസ് ഗോൾഡ് ഡയമണ്ട് അങ്ങനത്തെ സാധനങ്ങളുള്ള വാച്ചുണ്ട്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള അങ്ങനത്തെ സാധനം എനിക്ക് താല്പര്യമില്ല. എനിക്ക് എലഗൻറ്റ് നീറ്റ് സാധനങ്ങളാണ് ഇഷ്ടം. പിന്നെ റോളക്സ് പണ്ട് മുതലേ എന്തൊരു ആഗ്രഹം തോന്നി റോളക്സ് എടുക്കണം. ഇങ്ങനെയൊക്കെയാണുള്ളത്. ഒരു ടാങ്ക് വാച്ചെല്ലാം എടുക്കണമെന്നുണ്ട്, നമ്മൾ എപ്പോഴെങ്കിലും എടുക്കും. ഇപ്പോൾ കറൻ്റ് ഉള്ള വാച്ചസ് ഈ 2 ഇനി തുടക്കം കുറിച്ചത് നമ്മളെ ഈ ഫേക്ക് വാച്ചും. ലൈക്ക് ദിസ് ഫേക്ക് വാച്ച് സ്റ്റാർട്ടഡ് എവറി സിംഗിൾ തിങ്. ഒരു ഓട്ടോമാറ്റിക് വാച്ച് എടുക്കണമെന്ന് ആഗ്രഹമായി ഞാൻ എടുത്തതായിരുന്നു. ബട്ട് ഐ നോ ഇറ്റ്സ് OG അല്ലാന്ന് അറിയാം. സ്റ്റിൽ ഐ ബോട്ട് ഇറ്റ് ആൻഡ് ഇറ്റ് ഓൺലി ലാസ്റ്റ് 3 months. ബട്ട് വെറുതെ ഇട്ടെടുക്കാം. ഗ്ലാസ് കാണുമ്പോൾ തിരിയും, ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ഗ്ലാസ് ആണ് എൻ്റെ മെനു. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഇത് നിങ്ങൾക്കറിയാം. ഞാൻ എൻ്റെ 3 വാച്ച് ഇട്ട് കാണിച്ചു തരാം. ദിസ് ഈസ് മൈ ഡ്യൂപ്ലിക്കേറ്റ് വാച്ച്.
ആൻഡ് സ്റ്റിൽ ലുക്സ് ഗുഡ് ഗൈസ്. ഫേസ് കാണുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഓ ഫോക്കസ് ആവും. ആ സ്റ്റിൽ ഗുഡ്, ലുക്സ് ഗുഡ്. ലുക്സിന് ഒരു കുഴപ്പം വരില്ല. അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട്. എൻ്റെ ഈ ഫേക്ക് 3000 രൂപേൻ്റെ വർക്ക് ചെയ്യാത്ത വാച്ച്. അടുത്തത് കാസിയോ റോയൽ. എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദ ഗൈസ് ഇഷ്ടപ്പെടുന്ന മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനമാണ് കാസിയോ റോയൽ. ഇറ്റ്സ് ലോഡഡ് വിത്ത് ഫങ്ഷൻസ് ഗൈസ്. നമുക്ക് എവിടെ ഓൾമോസ്റ്റ് എല്ലാത്തിനും കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരു ഡിജിറ്റൽ എന്ന ലെവലിൽ നോക്കുവാണെങ്കിൽ. നെക്സ്റ്റ് വൺ ഈസ് MTP സീരീസിലെ ഈ ഒരു വാച്ചാണ്. ഈ ലൈൻസ് ഉണ്ട്, പിന്നെ നമ്പേഴ്സ് ഉണ്ട്, പിന്നെ എനിക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലും ഉണ്ട് സ്ട്രാപ്പിംഗ്. എനിവേ ഐ ലൈക്ക് ദിസ് ലെതർ വൺ ആൻഡ് വിത്ത് നമ്പേഴ്സ്. ലൈൻസിനെക്കാട്ടും കുറച്ചുകൂടി ഫാർ ബെറ്റർ ആണ്. ഓക്കെ, ഇതാണ് ഇതിട്ട് രസം. So every watch is unique on its own perspective, I guess. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്ത വാച്ച് ഇതാണ്. MTP സീരീസിലെ ഈ വാച്ചാണ് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തത്. ഇത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ളൂ, കാരണം ഇത് 10 വർഷം ബാറ്ററി ലൈഫ് ഉണ്ട്. ഇതിൻ്റെ ബാറ്ററി ഒന്നും എത്ര ഞാൻ പറയുന്നില്ല. സോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇതന്നെ ഇപ്പം തന്നെ അത്യാവശ്യം 10-11 മിനിറ്റ് ആയി. സോ ഓവർ ലോങ് ആക്കുന്നില്ല. So I hope you guys enjoyed my video. Bye.